അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു നാടൻ ഭക്ഷണമാണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. നമ്മൾ ഈ പുഴമീനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു നാടൻ ഭക്ഷണം അങ്ങനെയുള്ള ഒരു ഹോട്ടലാണ് ഇന്ന് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഹോട്ടൽ വയലോരം. എത്ര മണി മുതലുണ്ട്? 11:30 സ്റ്റാർട്ടിങ്. 11:00 സ്റ്റാർട്ടിങ് അല്ലേ? എല്ലാ ദിവസവും ഉണ്ടോ? ഒരു 3:30 വരെ. ആ, എല്ലാ ദിവസവും? ഞായറാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും അല്ലേ? എന്തൊക്കെ ഉണ്ടാവും ഫുഡ് കാര്യങ്ങൾ? പിന്നെ ചോറ് മാത്രമേ ഉള്ളൂ. ആ, ഉച്ചയ്ക്ക് ചോറ് മാത്രമേ ഉള്ളൂ, ഊണ് മാത്രമേ ഉള്ളൂ. ആ, മാത്രം. ഊണിൻ്റെ കൂടെ പുഴമീൻ, കടൽമീൻ, പിന്നെ ചെമ്പല്ലി, അമൂറ്, അവോലി, തിരുത, കളഞ്ചി സാധനങ്ങളൊക്കെ ഒരുപാട് മെയിൻ ഐറ്റംസ് ഉള്ള തന്നെ ഒരുപാട് എന്തൊക്കെ കിട്ടുന്നതല്ല. പിന്നെ നമ്മൾ സൈഡ് തന്നെ കുറേ സൈഡെല്ലാം 3 ഐറ്റംസ് ഉണ്ടാവും. ആ, എല്ലാം നാടൻ ഐറ്റംസ് അല്ലേ? കഴിഞ്ഞ നാടല്ലേ? കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ്റെ പേര് രഞ്ജിത്ത്. ചേട്ടൻ നടത്തുന്ന കടല്ലേ? എൻ്റെ പെങ്ങന്മാരാണ്, ഭാര്യ എല്ലാവരും കൂടെയാണ്. ആരൊന്നും പറയാൻ ആരുമില്ല. അപ്പോൾ ഇതാണ് അടുക്കള. ഇതാ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സൈഡിൽ. ആളുകൾ ഇതാ ബാക്കിൽ കാണുന്നില്ലേ? ഒരുപാട് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം. പിന്നെ പോരാത്തതിന് ഇതാ ഇവിടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്. നമ്മൾ നാടൻ ടൈപ്പ് പഴയ അടുക്കളല്ലേ, അതാണ് കേട്ടോ. പഴയ അടുക്കള വിറകെടുപ്പാണ്. പിന്നെ ഇതാ ഈ സൈഡിൽ കറി, പിന്നെ പായസം, മറ്റേ ഐറ്റംസുകളൊക്കെ ആവുന്നുണ്ട്. ചെമ്മീൻ ഫ്രൈ. പിന്നെ ഇതാ ചെമ്മീൻ ഫ്രൈ തീർന്നോ? അപ്പം ഇനിയിപ്പോൾ എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. ഇവിടെ ചേച്ചി പപ്പടം പൊരിക്കുന്നുണ്ട്. സോറി, ചേച്ചി ഇവിടെ പപ്പടം പൊരിക്കുന്നുണ്ട്. അത് രഞ്ജിത്തേട്ടൻ്റെ പെങ്ങളാണ് കേട്ടോ, സഹോദരിയാണ്. ഇവിടെ സൂത, അയല, പിന്നെ ഞാൻ പറഞ്ഞ വെട്ടാനും ഇവിടെ പൊരിക്കുന്നുണ്ട്. സൂതൻ്റെ തല പൊരിച്ചു കൊടുക്കും അല്ലേ ചേച്ചി? ആ, സൂതൻ്റെ തല പൊരിച്ചു കൊടുക്കും. ഞാൻ അധികം സ്ഥലങ്ങളിലൊന്നും അത് കേട്ടിട്ടില്ല. സൂതൻ്റെ തല പൊരിച്ചു കൊടുക്കും. അയ്യോ, അപ്പം വെട്ടാൻ പുഴമീനാണ്, അത് ഞാൻ പൊരിക്കാൻ വേണ്ടി കൊടുത്തത്. നല്ല ഫ്രഷാണ്. ഓക്കെ, റെഡി ആയില്ലേ? ഓക്കെ, നമ്മളെ മീനെത്തി. ഇതാണ് വെട്ടാൻ, നമ്മൾ കൊടുത്ത വെട്ടാനാണ്. നല്ല ചൂട്. അതർവൈസ് അടിപൊളി സാധനം കണ്ടോ. ഫ്രഷ് മീനാണ്, നല്ല ഫ്രഷാട്ടോ സാധനം. അടിപൊളിയാണ്, ഒന്നും പറയാം. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. വയലോരം, ഹോട്ടൽ വയലോരമാണ്. കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോരണം. പരപ്പനങ്ങാടി പാലം കയറി ഇറങ്ങി കഴിഞ്ഞാൽ പുത്തരിക്കൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കാണാം നമുക്ക് വയലോരം, ഹോട്ടൽ വയലോരം. നല്ലൊരു നാട്ടിൻപുറത്താണ് ഈ ഹോട്ടലുള്ളത്. അങ്ങനെ നമുക്ക് ചുറ്റി നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റി പ്രദേശമല്ല. അപ്പോൾ രഞ്ജിത്തേട്ടനെ കണ്ടല്ലോ, രഞ്ജിത്തേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവ എന്തായാലും കഴിച്ച് നല്ല ഊണായിരുന്നു. 60 രൂപയ്ക്ക് നല്ല ഒരു ഭക്ഷണം, അടിപൊളി ഭക്ഷണം. ശനിയാഴ്ച സമയങ്ങളിൽ പായസം ഉണ്ടാവും. പിന്നെ അത് പോരാഞ്ഞത്തേന് മീൻ പൊരിച്ച ഒരുപാട് ഐറ്റംസുകളുണ്ട്. കടൽ മീനുണ്ട്, പുഴമീൻ ഐറ്റംസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. റേറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ